അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്കിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ കിട്ടിയ വിഷയം സന്തോഷമാണ് ഇസ്ലാം എന്ന വിഷയത്തെ അധികരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം ഒരു മതമായി മാത്രമല്ല, മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും പരിഗണിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിതമാർഗമാണ്. ഇന്നത്തെ ലോകത്ത് പലരും സന്തോഷത്തെ തേടിയെത്തുന്നു. എന്നാൽ ദീർഘകാല അളവിലും ആഴത്തിലുമുള്ള സന്തോഷം എങ്ങനെ നേടാമെന്നറിയാതെ അവരെ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇസ്ലാം എന്ന പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം സന്തോഷമാകണമെന്നും അത് സത്യവും സമാധാനവും കൂടിയതാകണമെന്നുമാണ്. സന്തോഷം എളുപ്പത്തിൽ കണ്ടെത്താനാവുന്നല്ലെങ്കിലും വിശ്വാസികൾക്ക് അത് എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഇസ്ലാം എന്ന പാഠം പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള വ്യക്തിത്വം കൊണ്ട് ജീവിതം ഏറ്റെടുക്കണമെന്നതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിയുമ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള വലിയ സന്തോഷം അനുഭവിക്കും. പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്രയോ കഷ്ടപ്പാടുകളും വിമർശനം ഉണ്ടായിരുന്നിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. കാരണം ദൈവത്തിന് സമർപ്പിത ജീവിതമാണ് അവിടുന്ന് നയിച്ചിരുന്നത്. മനസ്സിന്റെ അക്രമം നിയന്ത്രിക്കുക, ക്ഷമയും സഹിഷ്ണുത വളർത്തുക, കുടുംബ ബന്ധങ്ങൾ സജീവമാവുക, ഒരു നല്ല സമൂഹത്തിന്റെ ഭാഗമാവുക, ദാനം സേവനം എന്നീ മുഖേന മറ്റുള്ളവരെ സഹായിക്കുക എന്നീ വഴികൾ സന്തോഷം പ്രാപിക്കാനുള്ളതിന് തെളിവാണത്. ഇതിനു പുറമെ ഇസ്ലാമിക ഉപവാസവും പ്രാർത്ഥനയും സമരസ്യവും മാനസിക ശാന്തി സന്തോഷം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിരുന്നു. മനുഷ്യന്റെ എല്ലാ ശ്രമങ്ങളും സന്തോഷം തേടിയത് കൊണ്ട് അവസാനിക്കുമെന്ന് പറയുന്നു. ഇക്കാലത്ത് പലരും ധനം, പദവി, സുഖ സൗകര്യങ്ങൾ എന്നിവയിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു അതെല്ലാം താൽക്കാലികമാണെന്നും യഥാർത്ഥ സന്തോഷം വിശ്വാസത്തിലൂടെയും ആത്മീയതയിലൂടെയും ഉണ്ടാകുന്നു എന്നുമാണ്. ഇസ്ലാം എന്ന പദം തന്നെ സമാധാനം എന്ന് അർത്ഥം വെക്കുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനിൽ ആന്തരിക സമാധാനവും ഹൃദയശാന്തി ഉറപ്പുവരുത്തുക എന്നതാണ്. സന്തോഷം എന്നത് എളുപ്പത്തിൽ കണ്ടെത്താനാവുന്നല്ലെങ്കിലും വിശ്വാസിപരവും ആത്മീയമായ ജീവിതം നയിക്കുന്നവർക്ക് അത് സ്വാഭാവികമായി ലഭിക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുക, അത് ഹൃദയത്തെ ശാന്തിയിലാക്കുന്നു. ഇത് നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എല്ലാ വിഷമങ്ങളും ഒരാൾ തന്റെ സ്വർഗാവകാശയെയും രക്ഷകനെയും ആശ്രയിക്കുന്നുവെങ്കിൽ അവന്റെ ഉള്ളിലുണ്ട് നിരവൃത്തി സമാധാനം, സന്തോഷം. പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒറ്റക്കെട്ടായി നോക്കുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ അവിടുന്ന് അകത്തുള്ള സന്തോഷം നഷ്ടപ്പെടാതെ ജീവിച്ചവരാണ്. ഒരു മാസം വെള്ളവും കാരക്കയും മാത്രം കഴിച്ചുകൊണ്ട് അത്യന്ത നിലാരംഭയിലുമൊക്കെ മറ്റു സഹായം ചോദിക്കാതെ ഇല്ലായ്മയിൽ പോലും മുഖത്ത് ചിരിവെച്ച് ജീവിച്ച മഹാനാണ്. അതാണ് ഇസ്ലാമിന്റെ സന്ദേശം, ആത്മസന്തുഷ്ടത. 5 പ്രാവശ്യം അല്ലാഹുമായി ബന്ധപ്പെടാനുള്ള അവസരത്തിലൂടെ അവന്റെ ഹൃദയത്തിന്റെ ഭാരം മാറ്റുകയും ആത്മാവ് ശാന്തമാവുകയും ചെയ്യുന്നു. നിന്റെ പാപങ്ങളിൽ എത്ര വലിയവയായാലും ആയിക്കോട്ടെ, അല്ലാഹു ക്ഷമിക്കുമെന്നത് വിശ്വാസിയെ കരുത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നു. യാതൊരു നിരാശയുമില്ലാതെ ആന്തരികമായ ഒരു ഹൃദയ സന്തോഷം നൽകുന്ന മതം തന്നെയാണ് ഇസ്ലാം. വെറും ഒരു ആചാരമല്ല, ആന്തരിക ശാന്തിയും ആത്മീയ ഉന്നതയും നൽകുന്ന ആത്മധർമ്മമാണ് ഇസ്ലാം. നാം ഇന്നത്തെ ലോകത്ത് നേടുന്ന നിസ്സാരമായ സന്തോഷങ്ങളുടെ പുറകിൽ പോയി കഠിന ദുഃഖത്തിലേക്ക് വീഴുകയല്ല, പകരം ഹൃദയത്തിന്റെ സമാധാനം ഉള്ളിൽ കണ്ടെത്താൻ ഇസ്ലാം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സത്യസന്ധത, കരുണ, ആസ്തികത, ആചാരപാലനം ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്കുള്ള സന്തോഷവാതിലുകൾ തുറക്കുന്നതാണ്. ഇസ്ലാം സന്തോഷമാണ്, ഹൃദയത്തിന്റെ സമാധാനമാണ്, മനുഷ്യൻ എന്ന നിലയുടെ പൂർണ്ണതയുടെ വഴികാട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.